ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്നൊരു സർവേ റിപ്പോർട്ടുമായിട്ടാണല്ലോ നേരത്തെ കഴിഞ്ഞ ദിവസം എക്സിൽ തരൂരിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് ഒരു വാർത്തയായി വന്നു എന്ന രൂപത്തിൽ വാർത്തയാക്കാൻ കുറേ ശ്രമങ്ങൾ നടന്നു എന്ന് കേൾക്കുന്നു. അത് നടക്കാതിരുന്ന പിന്നീട് ഒരു തന്ത്രം പ്രയോഗിച്ച് വാർത്തയാക്കുന്നു. അത് ഷെയർ ചെയ്തുകൊണ്ടിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ കമ്പനി ഏതാണെന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ എന്തൊക്കെയോ ഒരു തട്ടിപ്പാണോ എന്നുള്ള സംശയം തോന്നുന്ന കാര്യങ്ങളും അവിടെയുണ്ട്. ഇതൊക്കെ തന്നെയും കോൺഗ്രസ് കാണുന്നുണ്ട്. ഇവിടുത്തെ നേതാക്കളൊന്നും പരസ്യമായി പ്രതികരിക്കുന്നില്ല. കെ മുരളീധരനെ പോലെ ചില ആളുകൾ മാത്രമാണ് അതിൽ പ്രതികരിക്കുന്നത്. ദേശീയ നേതൃത്വം പ്രതികരിക്കാൻ സമയമായില്ലേ? നേരത്തെ ചോദിച്ചതുപോലെ ഒരാൾ തിരുവനന്തപുരത്തേക്ക് തരൂരിന് പകരം ആര് എന്ന് കാത്തിരിക്കുകയാണോ? അതൊന്ന് കണ്ടെത്തി കഴിയുന്നത് വരെയുള്ള താമസമേ ഉള്ളൂ, അങ്ങനെയാണോ? പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ തരൂർ ചെയ്യുന്ന കാര്യങ്ങളെ ശരിവെക്കുകയാണോ പാർട്ടി? മറ്റു നേതാക്കൾക്കില്ലാത്ത എന്ത് എന്താണ് പിന്തുണയാണ് ഇയാൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി വരില്ലേ? സ്മൃതി ഇപ്പോൾ ഉന്നയിച്ച ചോദ്യം, തരൂരിനെതിരെ നടപടിയെടുത്താൽ തിരുവനന്തപുരത്തേക്ക് പുതുതായിട്ടാര്? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തരൂരിനെ എതിരായിട്ടൊരു നടപടിയെടുത്താൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. വേണമെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് പുറത്താക്കാം. വാസ്തവത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം അതാണ്. ഒരു പാർട്ടിയുടെ പരമോന്നത നയരൂപീകരണ സമിതിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി എടുക്കുന്ന ആളിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് വിചാരിക്കുക, അവിടെയാണ് കാര്യങ്ങളുടെ കൂട്ടരസ് കിടക്കുന്നത്. അതായത് അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ MP ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് സാധിക്കും. പാർട്ടി ഒരു MPയെ അല്ലെങ്കിൽ നിയമസഭാംഗത്തെ പുറത്താക്കുകയാണെങ്കിൽ ഈ കൂറുമാറ്റ നിരോധ നിയമത്തിൻ്റെ വ്യവസ്ഥകളൊന്നും അദ്ദേഹത്തിന് ബാധകമാവില്ല. അതേസമയം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് വരും. തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ് പുതിയൊരാളിനെ അന്വേഷിക്കേണ്ടി വരും. അതേസമയം കോൺഗ്രസ് പുറത്താക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. അങ്ങനെയല്ല സംഭവിക്കുക. സത്യം പറഞ്ഞാൽ ശശി തരൂർ കാത്തിരിക്കുന്നത് ആ ഒരു അവസരത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കിട്ടണം. അങ്ങനെയുമുണ്ടല്ലോ ചില ആത്മാർത്ഥമായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അത് ഏത് പാർട്ടിയിലും ആയിക്കോട്ടെ, പാർട്ടിയിലൊരു ചെറിയ ശിക്ഷ പോലും, ഒരു താക്കീത്, രഹസ്യമായ താക്കീതാവട്ടെ അല്ലെങ്കിൽ പരസ്യമായ താക്കീതാവട്ടെ, CPM പോലുള്ള ഇടതുപക്ഷ പാർട്ടികളിലൊക്കെ അവരെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടാവുക എന്നുള്ളത്. പാർട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ആരും ആഗ്രഹിക്കുന്നില്ല. അത് CPM ആണെങ്കിലും അല്ലെങ്കിൽ CPI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരും. പക്ഷേ ഇവിടെ ശശി തരൂർ അദ്ദേഹം ഒരു നടപടിക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ MP ആയിട്ട് തുടരാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയെടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാതിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇങ്ങനെ പോകുന്നത് ശരിയാണോ? പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അദ്ദേഹം പ്രസംഗിക്കട്ടെന്നേ, അദ്ദേഹം ലേഖനങ്ങൾ എഴുതട്ടെ, അദ്ദേഹം പ്രസ്താവനകൾ നടത്തട്ടെ. പക്ഷേ അവിടെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, വർക്കിംഗ് കമ്മിറ്റി പോലുള്ള വേദികളിൽ ഇരുന്നു കൊണ്ട് അത് ചെയ്യാൻ അനുവദിച്ചുകൂടാ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് വളരെ ആലോചിച്ച് ചെയ്യണം. കാരണം അതുണ്ടാക്കാവുന്ന ഒരു വലിയ പ്രതികരണമുണ്ട്. പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒരു ലോക പൗരനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ലോകത്ത് മോദിക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ആളാണല്ലോ. അപ്പോൾ ഇവിടെ പലരും അദ്ദേഹത്തിന് ഇനി എന്താണ് ലഭിക്കാൻ പോകുന്ന പദവി എന്നുള്ളതിനെക്കുറിച്ച്, ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ അദ്ദേഹം UN സെക്രട്ടറി ജനറൽ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത ആഗ്രഹമൊക്കെ ആയിരിക്കും. അത് മോദിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ തരൂരിൻ്റെ ആണെങ്കിലും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വേറെ G20 ഷെർപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. ഷെർപ്പയോ ഹിലാരിയോ ടെൻസിങ്ങോ ആരായാലും, അല്ലെങ്കിൽ അമേരിക്കയിലെ അംബാസഡറാക്കാം, UN പ്രതിയാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് മോദിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സ്മൃതി പണ്ടൊക്കെ പത്രങ്ങളിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള പത്രങ്ങളിൽ റോവിങ് കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ചെയ്തല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ നാട് നീളെ നടന്ന് വാർത്തകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്ന റോവിങ് കറസ്പോണ്ടൻറ്റ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ശശി തരൂരിനെ ആക്കാവുന്നതാണ്. ഏത് രാജ്യത്തും പോകാനും അവിടെ എല്ലാം മോദിക്ക് വേണ്ടി സംസാരിക്കാനും BJPയുടെ ന്യായം പറയാനും ഒരാൾ അദ്ദേഹം പോയല്ലോ. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അതെ, അതിലേക്കാണ് വരുന്നേ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു മിനിറ്റ് എനിക്കിതാ. അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പാർലമെൻ്ററി ഡെലിഗേഷൻ പോയത് കൂടാതെ റഷ്യക്ക് പോകുന്നു. പക്ഷേ എന്താണ് നേടിയത് സ്മൃതി? നമ്മളതൊന്ന് ആലോചിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു വൈറ്റ് പേപ്പർ, ഒരു ധാവളപത്രം ഇറക്കേണ്ടതല്ലേ?
കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നമ്മൾ 5-6 സംഘങ്ങളെ പലയിടത്തേക്ക് അയച്ചിട്ട് എന്ത് നേടി? ഇപ്പൊ ഈ ശശി തരൂരിനെ സൈനിക മേധാവിക്ക് അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം ഡൊണാൾഡ് ട്രംപ്. അതെ, അതാ പറഞ്ഞ കാതലായ പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. അവിടെ പാകിസ്ഥാൻ മേധാവിക്ക് അതേ സമയത്ത് തന്നെ അവിടെ ബിരിയാണി വെച്ച് വിളമ്പി എന്നുള്ളത് മാത്രമല്ല കാര്യം. മോദി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ BJP ആഗ്രഹിച്ചത് ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം തീർന്നത് ഞാനാണെന്ന് ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തിരുത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. അദ്ദേഹം നേരത്തെ പരസ്യമായിട്ട് ആവശ്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞങ്ങളും പാകിസ്ഥാനും തമ്മിൽ ആലോചിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ബ്രസീലിൽ ചെന്നപ്പോൾ ബ്രിക്സിൻ്റെ യോഗത്തിന് ചെന്നപ്പോഴാണ് ടെലിഫോൺ വിളിച്ച് പറയുന്നത് ട്രംപ് സാറേ ഇത് അങ്ങനെ അല്ല എന്നുള്ളത്. അത് തിരുത്തിക്കാൻ പറ്റുമോ? JD വാൻസിനെ ഒന്ന് കണ്ടു എന്നതിനപ്പുറത്ത് അവിടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ആരെയെങ്കിലും കണ്ട് ഇക്കാര്യത്തിൽ, അതായിരുന്നല്ലോ നമ്മുടെ ആവശ്യം. നമ്മളിപ്പോഴും നാണം കെട്ട് നിൽക്കുക. ട്രംപ് ഇപ്പോൾ 50-55 തവണ പറഞ്ഞു കഴിഞ്ഞു ഇത് ഞാനാണെന്ന്. എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു പദവിയിലൊക്കെ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പറഞ്ഞല്ലോ, ഇവിടെ പൊടിപാറയെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനായി വന്നപ്പോൾ ഇവിടെ പറ്റിയ വാഹനം സാറ്റലൈറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതിനെ ഉപയോഗിച്ചു, അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ചു, വളർന്നു. കോൺഗ്രസ് പാർട്ടി നിന്നുകൊടുത്തു, സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നിന്നുകൊടുത്തു. ഇപ്പോൾ അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഇവിടെ നമ്മുടെ ചേക്കുട്ടി പറഞ്ഞ ആ വാചകത്തോട് ഞാൻ ചേർന്ന് നിന്നുകൊണ്ട് പറയാം, അതൊരു കരിയറിസ്റ്റാണ്, ഒന്നാം തരം ഒരു ക്ലൈംബറാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശിവലിംഗത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.